എല്ലാം സംസാരിച്ച് റിഹേഴ്സലിനൊക്കെ ഏർപ്പാട് ചെയ്ത് കൂട്ടാൻ. ഇവനെന്താ അവിടെ വന്ന്? ഓ വരട്ടെ മാധവി. മാധവി കിഷോർ, ഈ പ്രോഗ്രാം കഴിയുന്നവരെ അവളെ ഉപദ്രവിക്കരുത് പ്ലീസ്. ബാലകൃഷ്ണ സാർ എനിക്ക് ഗുരു തന്നെയാണോ? വേറെ വല്ലതും കൂടെയാണോ? ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുദേവോ മഹേശ്വര എന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഞാൻ പറയണോ? അത് ഗുരുവായി പരിചയപ്പെട്ട വ്യക്തിയെ, ആ ബന്ധത്തിൽ വിദ്യ പറഞ്ഞു തരുന്ന വ്യക്തിയെ പറ്റിയുള്ളതാണ്. ശൈലു, ഈ ഒരു ബന്ധം അങ്ങനെ പവിത്രമാ മോളെ. ഞാൻ എന്തിനിങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളത് നീയും അറിയേണ്ടതല്ലേ ബാലകൃഷ്ണൻ? യാതൊന്നും തന്നെ നിങ്ങൾ പറയണ്ട, എനിക്ക് കേൾക്കുകയും വേണ്ട. അന്ന് എന്നെ കുറിച്ച് എഴുതിയ ബാലകൃഷ്ണൻ ഒരു മദ്യപനാണെന്നും ഇപ്പോഴും പിന്നെയോ ചാകാമെന്നും പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തിനാണ് വേദനപ്പെട്ടതെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഡോക്ടർ അങ്കിളിനെ ഉടനെ കാണാനായി രായ്ക്കിരായെ പോകാൻ ഇറങ്ങിയത് എങ്ങോട്ടാണെന്ന് അറിഞ്ഞില്ല. എന്നെ ഇത്ര ദൂരം കൊണ്ടുവന്ന് ആ മനുഷ്യനെ ഇവിടെ വരുത്തി എന്റെ ഗുരുവാക്കി ഇരുത്തിയത് എന്തിനാണെന്നും അറിയാൻ പറ്റിയില്ല. എന്നാൽ ഇത്രയൊക്കെ കണ്ടിട്ടൂടെ എനിക്ക് മനസ്സിലാവുകയില്ല അമ്മേ. ശൈലു, ഞാൻ പറയുന്നത് മുഴുവനും കേട്ടിട്ട് നിന്റെ അമ്മ തെറ്റ് ചെയ്തു. പ്ലീസ്, എന്റെ അച്ഛന്റെ പേരിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്, ഭക്തിയുണ്ട്. ഇപ്പോൾ തെറ്റ് ശരിയും നോക്കി അച്ഛനെ മറക്കാനാവില്ല. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ എന്റെ കൂടെ വരുന്നോ ഇവിടെ ഇരിക്കുന്നോ ആലോചിക്കൂ. ഇന്നും പിഞ്ചു പൈതലാണെന്ന് വിചാരിച്ചു. നീ വളർന്നു പോയല്ലേ മോളെ. എന്നെ വിട്ടു പോകാൻ പോവാണോ? വീടിന്റെ അന്തസ്സ് നമ്മളെ വിട്ടു പോകാൻ പോകുമ്പോൾ ഞാനെങ്കിലും രക്ഷപ്പെടുകയല്ലേ ഭേദം. അതുകൊണ്ട് ഇപ്പോഴും സമയം പോയിട്ടില്ല. ആവശ്യം നിങ്ങൾക്ക് ആരെയാ വേണ്ടതെന്ന് ആലോചിച്ചോളൂ. എന്റെ ആവശ്യം തീർന്നു പോയി എന്ന ധൈര്യം ഉള്ളത് കൊണ്ട് ഇങ്ങനെ തോന്നുന്നത്. ചിറക് വന്നു എന്നുള്ള ധൈര്യമാണ് പറന്നു പോകാൻ നിന്നെ പ്രേരിപ്പിച്ചത്. ശരി, നീ അങ്ങനെ നിശ്ചയിച്ചാണ് വന്നതെന്ന് വരികിൽ എന്റെ നിശ്ചയം കൂടെ പറയാം. എവിടെ എന്റെ സഹായം ആവശ്യമുണ്ടോ അവിടെ ഞാനുണ്ടാകും. ശരി, ഞാൻ പോവുകയാണ്. മറ്റന്നാൾ അച്ഛന്റെ ശ്രാദ്ധമാണ്. നിങ്ങളൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല, ഞാൻ വെച്ചോളാം. മാധവി, ശൈലു. നമസ്കാരം സാർ. നമസ്കാരം സാർ. നമസ്കാരം സാർ. മാധവിയൊക്കെ കോവിലാണ് സാർ. ശരി. സാനിധമഗരി തരിക നിധനി പാമഗരി ഗമ സാനിധമഗരി തരിക നിധനി പാമഗരി ഗമരി ഗമ സരി ഗമ. എന്താ വിശേഷം? അവരുടെ ഭർത്താവിന്റെ ബലി ശാസ്ത്രികൾ
ബാലു, you will be all right. ബാലു, please, please, please. രഘു രഘു രഘുവോ? ഇപ്പൊ വരും, പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പൊ വരും. ഡോക്ടർ സാർ, ബാലു ഈ തവണ സീരിയസ് ആണ് കാര്യം. മാധവിയുടെ കഥ അറിഞ്ഞ് മനസ്സ് വളരെ അപ്സെറ്റ് ആയിരിക്കുകയാണ്. ഓ, നിങ്ങളെ കാണാൻ വളരെ തിടുക്കപ്പെടുന്നു. സെഡേറ്റീവ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ ഇമോഷണൽ ആവാൻ നോക്കണം. എവിടെയാണിപ്പോൾ? ദാറ്റ്സ് റൈറ്റ്. ബാലു, ബാലു, ബാലു. മാധവി മാധവി മാധവി, നിനക്കറിയാം എന്നാ അവളുടെ ഭർത്താവിന്റെ ശ്രാദ്ധമാണിടാ. ഓ, അറിയാം. പിന്നെ എന്തിനാ വിളിച്ചത്? എന്നെ കാണുമ്പോഴെല്ലാം മാധവി എന്തിനാ അങ്ങനെ അഭിനയിച്ചത്? അവൾക്ക് വന്ന അത്യാഹിതം നീ അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് സഹിക്കാനാവില്ല. നിന്റെ ആരോഗ്യം കുറച്ചുകൂടെ മെച്ചമായിട്ട് നിന്നെ അറിയിക്കുന്നതാണ് നല്ലതെന്ന് വിചാരിച്ചാണ് മറച്ചു വെച്ചത്. എല്ലാം നിനക്ക് വേണ്ടിയാണ്. നിന്നെ പഴയ മനുഷ്യനാക്കി മാറ്റിയെടുക്കാൻ, നിന്റെ ജീവൻ രക്ഷിച്ചെടുക്കാൻ. ഞാൻ ജീവിച്ചിരുന്നല്ല ആർക്ക് പ്രയോജനം? ചത്തുപോയാൽ നഷ്ടം ആർക്ക? ബാലു, ഏത് കലയും ദൈവത്തിൽ നിന്നും ലഭിക്കുന്ന വരമാണടാ, പൂർവജന്മ സുഹൃതം. ഭഗവാൻ നിനക്ക് പ്രസാദിച്ചെന്ന് ഈ കലയെ നിന്റെ കൈകൊണ്ട് തന്നെ നശിപ്പിച്ച് കുഴിച്ചു മൂടുന്ന കാണാൻ അവൾക്ക് പ്രയാസം തോന്നി. നിനക്ക് സുഖമായാൽ ആ കലയെ നിന്നോടൊപ്പം വീണ്ടും തളർത്തു വരുമെന്ന് അവൾ വിചാരിച്ചു. നിന്റെ പിൻഗാമിയായി ശൈലജ വളർന്നു വന്നാൽ നീ അനശ്വരനായി തീരുമെന്ന് അവൾ കിനാവ് കണ്ടു. അതാണ് പാപപുണ്യങ്ങൾ പോലും ചിന്തിക്കാതെ നിന്നെ ജീവൻ രക്ഷിക്കാൻ പ്രയത്നിച്ചത്. ശൈലജ അവിടെ? ഡോക്ടർ മൂർത്തങ്കൾ വിവരം പറഞ്ഞയച്ചു. അദ്ദേഹം സമയത്തിന് വേണ്ടത് ചെയ്തുകൊണ്ട് ശരിപ്പെട്ടു. ഐ തിങ്ക് യു വിൽ ബി ഓൾ റൈറ്റ്. ശൈലജയെ പെട്ടെന്ന് കൊണ്ടുവരാമെന്ന് ലഹള വയ്ക്കുക. അവൾ വീട്ടിലുണ്ടോ? ഇല്ല, മിക്കവാറും ഈ നാട്ടിൽ തന്നെ ഉണ്ടാവില്ല. എന്താ പറയുന്നത്? ഡോക്ടർ, ഡോക്ടർ, അവിടെ നിന്ന് ടെസ്റ്റ് ചെയ്തോളൂ, മരുന്ന് കുടിപ്പിക്കൂ, ഉടലെല്ലാം കുത്തിവെച്ചോളൂ. ഞാൻ തടസ്സപ്പെടുത്തുന്നില്ല. അതുപോലെ ഞാൻ ഇവിടെ എന്ത് ചെയ്താലും തടസ്സപ്പെടുത്തരുത്. അങ്ങനെയോ? ഈ വിവരം ബാലുവിനോട് പറയണ്ട. എങ്ങനെയെങ്കിലും ഞാൻ ശൈലജയെ കൊണ്ടുവരുന്നുണ്ട്. മാധവി, ഇരിക്കേ. മാധവി, എന്നിലുള്ള കല എന്നോടൊപ്പം നശിക്കാതെ കണ്ടിട്ടേ ഞാൻ മരിക്കുള്ളൂ. ശൈലു, നമുക്ക് അടുത്ത സ്റ്റേഷൻ ഇറങ്ങി വീട്ടിലേക്ക് പോവാം. എന്തിനാ? എന്തിനാണെന്നോ?
അവിടെ ഹോസ്പിറ്റലിൽ ഫംഗ്ഷൻ നിന്റെ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ട് നീ ഇങ്ങനെ പിണങ്ങി പോകുന്നതിന് അർത്ഥം എന്താണ്? അവിടെ വാക്ക് കൊടുത്തിരുന്നാ പറയേണ്ടത്? ആരെ വാക്ക് കൊടുത്തത്? ഞാനോ? അവരോ? അവരുടെ ആള് ആ ബാലകൃഷ്ണനോ? ലെറ്റ് ദം ഗോ ടു ഹെൽ. ഐ ഡോണ്ട് കെയർ എനിബഡി. ബാലകൃഷ്ണൻ നാമധേയസ്യ ആയുരാരോഗ്യാണാം അഭിവൃദ്ധ്യർത്ഥം സർവവ്യാധിനിവാരണാർത്ഥം ശ്രീ മഹാഗണപതി പ്രീത്യർത്ഥം ശ്രീ മഹാഗണപതി അഷ്ടോത്തരശതനാമാർച്ചനം കരിഷ്യാമഃ. ശൈലു, ശൈലു, ഇത് നിനക്കും എനിക്കും ഒരു പരീക്ഷണമാണ്. ഉള്ള ടൈം വളരെ കുറവാണ്. രാത്രിയും പകലും കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്താലേ. ഇപ്പോൾ ആ പ്രോഗ്രാം അല്ല മുഖ്യം, അതെങ്ങനെയും നടന്നു വെക്കുള്ളൂ. ആത്മീയട്ടായി എന്തെങ്കിലും ഏർപ്പാട് ചെയ്യാം. അവൾ ചെയ്യുന്നു, ചെയ്തേ തീരൂ. ബാലു, നീ ഇപ്പോൾ എന്ത് പരിസ്ഥിതിയിലുള്ളതെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. അവിടെ നിന്റെ പ്രാണൻ രക്ഷിക്കാൻ സർവ്വത പ്രയത്നിക്കുന്നു. ഞാൻ എന്റെ ആത്മാവിനെ പരിരക്ഷിച്ചെടുക്കാൻ യാതനപ്പെടുകയാണ്. പ്ലീസ്, പ്ലീസ് ഡോണ്ട് സ്റ്റോപ്പ് മീ. See, Sailu is getting ready. പോണം, പോയി പറയണം വരുന്നു, ആടുന്നു എന്ന്. ബാലു, പ്ലീസ് ബാലു, ഞാൻ പറയുന്നു കേൾക്കരുത്. പ്ലീസ്. Take the challenge. Please. ഞാൻ നൃത്തം പഠിക്കുന്നുമില്ല, ഇഷ്ടമില്ലാത്തവരുടെ മുന്നിൽ ചെയ്യുന്നുമില്ല. Sailu, ഞാൻ ഈ ഗോൾഡൻ ജൂബിലി പ്രവർത്തകന്മാർ ചില പ്രമുഖ വ്യക്തികൾക്ക് വളരെ കടപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രഥമ സ്ഥാനം ശ്രീമതി മാധവിക്കാണ്. 5 ലക്ഷം രൂപ ദാനം ചെയ്ത് ഈ സ്ഥാപനത്തെ സഹായിച്ച ഉദാര മനസ്ക്. അത് കഴിഞ്ഞാൽ ശ്രീ ബാലകൃഷ്ണനാണ്. തന്റെ ആരോഗ്യത്തെ പോലും കണക്കിലെടുക്കാതെ ഇന്നിവിടെ നടക്കുന്ന കുമാരി ശൈലയുടെ നൃത്തപരിപാടിക്ക് വേണ്ടി അദ്ദേഹം വളരെ ക്ലേശങ്ങൾ സഹിച്ചു. ഇപ്പോൾ ഈ സംഭാവന അനുഗ്രഹിച്ച ശ്രീമതി മാധവി നമ്മുടെ എല്ലാം ആഗ്രഹം അനുസരിച്ച് ഈ സ്റ്റേജിൽ വന്ന് സദയം ഈ സദസ്സിന്റെ അഭിനന്ദനങ്ങൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇത് നാട്ടുകാർക്ക് ഉപയോഗപ്പെടാനായി നൽകിയെന്ന് മാത്രമല്ലാതെ നാട്ടുകാരുടെ പ്രശംസയ്ക്കായോ പ്രസിദ്ധിക്കായോ നൽകിയതല്ല. സത്യത്തിൽ ഞാനിങ്ങോട്ട് വന്ന കാരണം വേറെയാണ്. ശ്രീ ബാലകൃഷ്ണന്റെ അമ്മ
അദ്ദേഹത്തിന്റെ കലയെ നല്ലൊരു സദസ്സിൽ അവതരിപ്പിക്കുന്നതും മനുഷ്യർ പ്രശംസ കൊണ്ട് മൂടുന്നതും കാണാൻ കഴിയാതെ മരിച്ചുപോയി. എനിക്കങ്ങനെ സംഭവിക്കരുതെന്നുള്ള സ്വാർത്ഥത കൊണ്ട് ഒരു മഹാകലാകാരന്റെ അടുത്ത് അഭ്യസിച്ചു വന്ന കുമാരി ശൈലജയുടെ നാട്യവിന്യാസങ്ങൾ നേരിട്ട് കാണാനാണ് വന്നത്. എന്റെ ചിരകാല ലക്ഷ്യം സാധിച്ച് എന്നെ ഇന്നീ ഭാഗ്യത്തിന് അർഹയാക്കി തീർത്ത ശ്രീ ബാലകൃഷ്ണനോട് എനിക്ക് കൃതജ്ഞതയുണ്ട്. ശ്രീമതി മാധവി ഇവിടെ പറഞ്ഞ ആ ബാലകൃഷ്ണൻ ഞാനാണ്. പൊതുമധ്യത്തിൽ എന്നെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതാകട്ടെ, ഒരു കലാകാരൻ എന്ന നിലയിൽ നിങ്ങളുടെ അഭിനന്ദനങ്ങൾ എനിക്ക് കിട്ടുന്നതാകട്ടെ. ഇതെല്ലാം കാണാൻ കഴിയാതെ എൻ്റെ അമ്മ മറിച്ചുപോയി. അമ്മയോടൊപ്പം എൻ്റെ ജീവിതം മന്ദമായി പോയി, ഒന്നുമല്ലാതായി. ആ പരിതസ്ഥിതിയിൽ നിന്ന് എന്നെ പിടിച്ചു കയറ്റി വീണ്ടും പുനർജന്മം നൽകിയത് ഈ ദേവതയാണ്. അതിന് പ്രതിഫലമായി യാതൊന്നും കൊടുക്കാൻ കഴിയാത്ത നിർഭാഗ്യവനാണ് ഞാൻ. കുമാരി ശൈലജ നൃത്തത്തിൽ എന്റെ വിദ്യ സഫലീകരിച്ച് ആ മഹാമനസ്കയ്ക്ക് ഞാൻ എന്റെ കൃതജ്ഞത അറിയിച്ചോളുന്നു. സാഗര സംഗമമേ ഒരു യോഗം നിരിസനിരമക ഗരമകരിസനി നിരിസനിരമക മദനി സരി സഗാരി മഗര മഗ മദനി സാനി ധനി മദ ഗമരി ഗ. സാഗര സംഗമമേ ഒരു യോഗം ക്ഷാരജലധിയേ ക്ഷീരാമൃതമായ മഥനം ഒരു അമൃതഗീതം ജീവിതമേ ചിരനർത്തനമായി. പദമുണരുകയായി ദ്രുതമധരത്തിൽ, പദമുണരുകയായി ദ്രുതമധരത്തിൽ, കൊലുസുകളായി ഹൃദയത്തിൻ സ്പന്ദം, വേദം അണുവിലണുവിൽ നാദം. രാജപാദത്തിൽ തലചാച്ചിട നയനാഭിഷേകത്തിൽ വിട ചൊല്ലിട. നടരാജപാദത്തിൽ തലചാച്ചിട നയനാഭിഷേകത്തിൽ വിട ചൊല്ലിട. സുഖമയം രസമയം
സുഖമയം രസമയം അസുലഭം ഭരതമതുല്യം जयन्ति ते सुकृतिनूरससिद्धा कवीश्वरा नास्ति तेषां यशः काये जरामरणजं भयं नास्ति जरामरणजं भयं नास्ति जरामरणजं भयम्